നൻപ നൻപികളെ നമ്മുടെ പോക്ക് സീരീസിന്റെ ഏറ്റവും പുതിയ നമ്പർ അറിയാത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരദോഷ കമ്മിറ്റി ഓഫ് കേരളയിൽ ചർച്ചാ വിഷയമാകുന്നത് മറ്റാരുമല്ല, നമ്മുടെ എഗെയിൻ പ്രവീൺ പ്രണവ് ഇഷ്യൂ തന്നെയാണ്. അപ്പം ഇതിനകത്ത് പ്രണവ് കൊച്ചു ലാസ്റ്റ് ഇട്ടൊരു വ്ളോഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 2024 എന്ന് പറഞ്ഞുകൊണ്ട് ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ കൊടുത്തിട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു 90% ആളുകളും പ്രണവ് കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് കമന്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ തള്ളക്ക് വിളിച്ചാൽ ഉറപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഇവൻ കിടന്ന് നല്ല നന്മമരം കളിക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളെല്ലാവരും പൊട്ടന്മാരാണോ? എനിക്ക് അറിയാൻ വരാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു കണ്ണാടി കോമാളി വേഷമൊക്കെ കെട്ടി നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഒരു വീഡിയോ റിയാക്ടിന് ഇത്രയും കോമാളി വേഷം എന്ന്. സംഭവം മറ്റൊന്നുമല്ല, ഒരു കോമാളിയെക്കുറിച്ച് സംസാരിക്കാൻ മറ്റൊരു കോമാളി വേഷം ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ സാധന ജംഗമ സാമഗ്രികളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നന്മമരമാണ് ഇവൻ. ഞാൻ ഇതിനു മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഒരേ ഒരു നന്മമരമേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. ഞാൻ ആ ഒരു പട്ടം വേറെ ആർക്കും വിട്ടു തരൂല. അപ്പോൾ ഓക്കെ, നമുക്ക് പ്രണവ് കൊച്ചിൻ്റെ ആ ഒരു വീഡിയോക്കകത്ത് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പൊ ഗൈസ്, ഇന്ന് ഡിസംബർ 31 ഇന്നാണ് ന്യൂ ഇയർ. ഒരു വർഷത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ആ ഒരു വർഷത്തെ കലാപരിപാടികൾ നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ്. വിഷയം ഓഫ് ദി ഇന്ത്യ ആയിരുന്നേ. അമ്മയുടെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു 2024? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷമായി 2024. മറക്കാൻ പറ്റുമോ? അമ്മാതിരി പരിപാടികളല്ലേ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. സ്വന്തം മകനെയും സ്വന്തം മകളെയും മരുമകളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നു. ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഈ 2024 മറക്കാൻ പറ്റുമോ? അതുപോലെ തള്ളൊക്കെ വിളിയല്ലേ വീട്ടുകാർക്ക് എല്ലാവരും കേട്ടോണ്ടിരുന്നത്. അച്ഛൻ മരിച്ച ഇതായി, പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാണ് ഈ 2024. ഇപ്പം പുള്ളിക്കാരുടെ അച്ഛൻ മരിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാനും ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നാൽ സ്വന്തം മകനെ മരുമകളെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങിയിട്ട് അത് വലിയൊരു നഷ്ടമാണെന്ന് പറയുന്ന ഒരു അമ്മയമ്മനെ അല്ലെങ്കിൽ ഒരു അമ്മേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വലിയൊരു നഷ്ടമാണ്. എന്നാൽ പിന്നെ തിരിച്ച് വിളിച്ചോണ്ട് വന്നാൽ പോരെ. ഇതിനകത്ത് എല്ലാവരും നന്മമരങ്ങളാണ് കേട്ടോ. ഈ വീഡിയോക്കകത്ത് എല്ലാവരും നന്മമരങ്ങളാണ്. നമ്മള് എങ്ങും പോയില്ല. വീട്ടില് ജോലി തിരക്കായിരുന്നു. എന്തിനായിരുന്നു തിരക്ക്? ചുമ്മാ ഇരിക്കുവായിരുന്നു. കുടുംബവളത്തില് മറ്റേ അശ്വതി പ്രസവിച്ച് അതായിരുന്നു. സാന്ത്വന സീരിയലുള്ള സമയമായിരുന്നു കേട്ടോ. അതിനകത്ത് മറ്റേ ശിവന്റെ അഞ്ജലി പ്രസവിച്ചായിരുന്നോ? പ്രസവിച്ചു. ശിവന്റെ അതിന് അവര് ശിവൻ കട്ടിലിന്റെ മണ്ടയിലും അഞ്ജലി താഴെയല്ലായിരുന്നോ? എടാ പൊട്ട്, അത് നിനക്ക് മനസ്സിലായില്ലേ? കട്ടിലിന്റെ മണ്ടയിൽ അവര് താഴെയാകുമ്പോ അവര് സംഭവം എന്താണെന്നറിയോ? ആദ്യ രാത്രിയില് അവർ രണ്ടുപേരും ഒരു ഗ്ലാസ് പാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിച്ച് ഓരോരുത്തന് അവരൊരു ഉമ്മയടിച്ച്. അതുകൊണ്ടാണ് അവര് പ്രഗ്നന്റ് ആയത്, ഡെലിവറി ആയത് ഒക്കെ. മനസ്സിലായല്ലോ അല്ലേ? ലാസ്റ്റ് വരെ കണ്ടു കരഞ്ഞത് നിന്റെ അച്ഛനേ ഉള്ളൂ. പിന്നെ സീരിയലൊക്കെ കണ്ടിരുന്ന് കരഞ്ഞ് കുത്തിയിരുന്ന് കരഞ്ഞാൽ. ഇപ്പൊ അച്ഛൻ അധികം സീരിയൽ നടക്കില്ലല്ലേ? അങ്ങനെ കറന്റ്ലി അച്ഛന്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഞാൻ ഇപ്പൊ അധികം ശ്രദ്ധിക്കുന്നില്ല അച്ഛനെ, കുറച്ചു നാളായി ശ്രദ്ധിച്ചിട്ട്. ഈ കണ്ണീർ വാതകങ്ങൾ പൊഴിക്കുന്ന സീരിയൽ കാണുന്നതായിരുന്നു ഈ അച്ഛൻ്റെ ആണെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് സീരിയൽ കാണലുകൾ അച്ഛൻ നിർത്തി. പക്ഷെ ഇപ്പം അച്ഛൻ്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ സീരിയലുകളേക്കാൾ വെല്ലുന്ന കഥകൾ വീട്ടിലുണ്ടാക്കുക, സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക, നല്ല തല്ല് കൊടുത്ത് വിടുക, എന്നിട്ട് മരുമകൾ പുതുതായിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്കിന് നല്ല തെറി വിളിക്കുക. എന്റെ പൊന്നടാവെ, ആ തെറി കേട്ടി കഴിഞ്ഞാൽ കണ്ണും കണ്ടുകൂടാ, ശിവനെയും ചെവിയും കേട്ടില്ല, അമ്മാതിരി തെറി വിടുന്നത്. അതാണ് ഇപ്പം അച്ഛന്റെ എന്റർടൈൻമെന്റ്. പാട്ട് പാടുന്നൊന്നും ഞാൻ അധികം കാണില്ല. പാട്ട് പാടലില്ലെന്നോ? എന്റെ പൊന്നു, അവരന്ന് ഇട്ട വീഡിയോക്കകത്ത് നല്ല പൂരപ്പാട്ട് പാടുന്ന ഇതേ അച്ഛൻ പൂരപ്പാട്ട് പാടുന്ന വീഡിയോ അന്ന് അവരതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പാട്ട് പാടത്തില്ലെന്ന് പറയുന്നു മനുഷ്യ. നമ്മള് ഒരു കാലത്ത് നമ്മളെല്ലാരും മരിച്ചു പോകും. നമ്മൾ ആരും 100 വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ല. ഗൈസ് ഇവിടെ നമ്മുടെ പ്രണവ് കുറിച്ചാണ് കുറച്ച് നന്മയാണ് പറയുന്നത്. തിരിച്ചറിവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ആ ഒരു നന്മ എന്താണെന്നുള്ള കേൾക്കാം. അതുവരെ നമ്മൾ ഉണ്ടാക്കിയ പൈസ പണം ഒന്നും ആരും നോക്കത്തില്ല. പക്ഷെ പൈസ പണം വേണം, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് വേണം. നമ്മുടെ ജീവിതം പൈസക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കില്ലേ? നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മുടെ ലൈഫും കൂടെ എൻജോയ് ചെയ്യണം. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എത്ര പൈസ കൊടുത്താലും, എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട്. കുടുംബം, നമ്മുടെ സന്തോഷം, ഇത് എത്ര രൂപ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല. നമുക്ക് ഇപ്പം കുറച്ച് പൈസ തരാം, എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ? വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സന്തോഷം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, വിഷമങ്ങൾ വരുമ്പോൾ ചെറിയ വിഷമങ്ങളൊന്നും കരയുക. അത്ര സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ലക്കി. പ്രണവേ, തിരിച്ചറിവ് വരുന്നത് നല്ലതാണ്. ഒരു മനുഷ്യന് തിരിച്ചറിവ് വരുന്നത് നല്ല കാര്യം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് പാതിരാത്രി ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരുമാതിരി ഉണ്ടാക്കരുത്.
നിനക്ക് ഈ തിരിച്ചറിവ് വന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം എന്താണ്? നേരെ ഇതുപോലെ പ്രവീണിനെ വിളിച്ചിട്ടാണെങ്കിൽ ചേട്ടാ നമുക്ക് നമ്മളുള്ള പ്രശ്നം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നമുക്കതൊക്കെ പരിഹരിക്കാം, ക്ഷമ ചോദിച്ചുകൊണ്ട് അവരെ വീട്ടിലോട്ട് തിരിച്ചു വിളിക്കാം, അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ നീ ഇത്രയും വലിയ തിരിച്ചറിവിലോട്ട് വന്നിട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ആൾക്കാരുടെ മുന്നിൽ നന്മവരം കളിക്കുകയാണ്. അപ്പം നിനക്ക് ആൾക്കാരുടെ മുന്നിൽ നന്മവരം ഉണ്ടാക്കിയാൽ മതി. ഇതിനകത്ത് പറയുന്ന പോലത്തെ ഒരു പരിപാടി നിനക്ക് പേഴ്സണലി നിനക്കില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇതും വിശ്വസിച്ചുകൊണ്ട് ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന കുറെ ആൾക്കാരെ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടു, കുറെ ടോക്സിക് ഫാൻസ്. എനിക്ക് മനസ്സിലാവുന്നില്ലേ? ബാക്കിയും കൂടെ കേൾക്കാം. കൊച്ചു രാവിലെ എണീച്ച് വന്നാ ചിരിച്ചുകൊണ്ടാണ് എണീച്ച് വരുന്നത്. അടുക്കളയിൽ വന്ന് എന്നെ ഒരു 2 അടിയൊക്കെ അടിച്ച് രാവിലെ എണീച്ച് വരുമ്പോൾ സ്വന്തം അമ്മേനെ അടിച്ചിട്ടാണ് ഇവൻ തുടങ്ങുന്നത്. സ്നേഹപ്രകടനമാണ്, അതാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന് ചേട്ടന്റെ ഭാര്യയും അടിക്കുക മാത്രമല്ല നിറവയറോട് നിൽക്കുന്ന ആ ഒരു ലേഡീനെ ആണെങ്കിൽ വയറ്റത്ത് തൊഴിക്കുക, ഇങ്ങനത്തെ ചില കലാപരിപാടികൾ കൂടി നമ്മുടെ പ്രണവ് കൊച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അമ്മയുടെ പിന്നെ കൈക്ക് പോയി 2 അടി അടിക്കും, ചെള്ളക്ക് പോയി ഒരു പിച്ചൊക്കെ പിച്ചി ഒന്ന് നുള്ളി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് എന്റെ ആ ഒരു ഫൺ ക്യാരക്ടർ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു കേസ്. ഞാൻ പോലും അത് അറിഞ്ഞില്ല. നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞു. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അറിയുന്ന എല്ലാ ആളുകളും നിനക്ക് ആ ഒരു മാറ്റം സംഭവിച്ചത് അറിഞ്ഞിട്ടുള്ളതാണ്. നീ അവിടെ കാട്ടിക്കൂട്ടിയ കാട്ടിൽക്കൂട്ടലുകളും എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും അമ്മ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ രാവിലെ വരുമ്പോ ഇങ്ങനെ കാര്യമില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ അത് ഞാൻ പോലും അറിയുന്നില്ല. എന്റെ ക്യാരക്ടർ മാറുന്നത് എനിക്കറിയില്ല. മനുഷ്യന്മാർ അങ്ങനെയാണ്. നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മാറും. പല കാര്യങ്ങൾ എന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്റെ A to Z ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പഴയ പോലെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി, ഒരുപാട് മാറിപ്പോയി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്ക് 2 പേർക്കും. എടാ, അവർക്ക് 2 പേർക്കും മാത്രമല്ലടാ, എല്ലാവർക്കും അറിയാടാ, എല്ലാവരും അറിഞ്ഞതാണ്. ആൻഡ് നീ അവിടെ എന്തൊക്കെ പരിപാടികളെ ചെയ്യുന്നു എന്നുള്ളത് നിന്റെ ചേട്ടൻ തന്നെ വന്ന് ഈ പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ്. വീട്ടിൽ ഇരിക്കുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങള് ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ച് വട്ടാവുന്നുണ്ട് കേസ്. ശരിക്കും എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയ എന്റെ റിലേ പോക്ക സൈലന്റ് ആയിട്ടിരുന്ന ഞാൻ തീർന്നു. അതുകൊണ്ടാണ് ഞാൻ വ്ലോഗ് എടുക്കുന്നത്. ഇന്ന് ഞാൻ ഓക്കെ, അവന് അങ്ങനത്തെ അവന്റെ റിലേ പോകുന്നു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവൻ ഈ വ്ലോഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാതെ അവന് ചിക്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അവന് ഇതുപോലെ സൈക്കോ ആയതുകൊണ്ടാണ് അവൻ ഈ വ്ലോഗ് ഉണ്ടാക്കുന്നത്, അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടേ അല്ല. അതുകൊണ്ട് അവൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വ്ലോഗ് എടുക്കുന്നത്. എൻ്റെ കൂട്ടുകാരാ, നീ ഇവിടെ വ്ലോഗ് എടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനെ അങ്ങനെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് അതിനകത്ത് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആർക്കും പുണ്യം കിട്ടാനോ നന്മ കിട്ടാനോ വേണ്ടിയിട്ടൊന്നും അല്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പേഴ്സണലി ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നിങ്ങളുടെ ഈ ഒരു കുടുംബവിശ്യം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മാത്രമാണ്, അത് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ഇപ്പം നിനക്ക് ഈ പറയുന്ന പോലത്തെ അങ്ങനത്തെ വിഷമവും കാര്യങ്ങളും അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചിട്ട് പോട്ടി ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഓ മൈ ഗോഡ്, പ്രവീൺ ഇവിടെ വലിയൊരു ഡയറക്ടർ പ്രണവ് ഇവിടെ വലിയൊരു ഡയറക്ടർ പ്ലേയേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. KSRTC വന്നപ്പോഴത്തേക്കും അവർ പോട്ടെന്ന് പറഞ്ഞു. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ സ്കൂട്ടറിൽ പോകുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഇഷ്യൂ മനസ്സിലാക്കുന്നത്. KSRTC-കാരന്മാർ എൻ്റെ പൊന്നടാവേ വിഷയം ഓഫ് ഇന്ത്യയാണ് നമ്മുടെ റോഡിൽ. മാത്രമല്ല KSRTC-കാരന്മാർ മാത്രമല്ല കേട്ടോ, ഇപ്പം മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ശബരിമല കാണാൻ വരുന്ന കുറേ ടീംസ് ഉണ്ട്. എൻ്റെ പൊന്നു എന്നെ പോക്കാടെ പോകുന്നത്, ഇമാരുടെ പോക്കെ കാണുമ്പോൾ പിടിച്ചെടുക്കാനായിട്ട് പൊട്ടിരി കൊടുക്കാൻ തോന്നുന്നു. അമ്മമാര് പോക്കന്മാർ പോകുന്നു. നമ്മളൊക്കെ എന്തോരം നമ്മുടെ വണ്ടി ഇടിക്കന്മാർ വന്ന് ജസ്റ്റ് മിസ്സിന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. 5 മിനിറ്റെങ്കിലും കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ചിന്തിച്ചിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചിന്തിച്ചു പോവും. അങ്ങനെയാണ്. ഞാൻ മാക്സിമം വ്ലോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി തൊട്ട്. എൻ്റെ ഒരു പഴയ ക്യാരക്ടർ എങ്ങനെയാണോ അത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. ഓക്കെ, അവൻ പഴയ ക്യാരക്ടർ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പ്രണവ് പറയുന്നത്. പണ്ട് ഇവനൊരു അമ്പിയായിരുന്നു, പക്ഷെ ഇന്ന് ഇവനൊരു എന്തായാലും അവൻ പുതിയ ക്യാരക്ടർ തിരിച്ചു കൊണ്ടുവരട്ടെ. നല്ല രീതിയിലൊക്കെ 2025 പോകട്ടെ. നമ്മളെ ഓർമ്മകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷെ നമുക്കത് പറ്റത്തില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, പതുക്കെ മാറും, ടൈം എടുക്കും. അവൻ അപ്പോഴും പറയുന്നത് ഓർമ്മകൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാലും അതിനകത്ത് പോയിട്ട് അവർ പോട്ടെ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ. മനുഷ്യരാണ്, ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും തെറ്റുകൾ സംഭവിക്കും. അതൊക്കെ സംഭവിച്ചു പോയി എന്ന് ഉള്ള ഇപ്പം തന്നെ കുറേ തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, കുറച്ച് സമയം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരുക്കി തീർത്ത് പോയാൽ പോരെ. അപ്പോൾ ഈ ഓർമ്മകളെ തുടച്ച് നിൽക്കുക. എന്തോന്നാ ബ്രേക്കപ്പ് ആയതാ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ? അതാണ് സംഭവം. നമ്മൾ എത്ര ചിരിച്ച് കളിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉറപ്പായിട്ടും ഉണ്ടാവും.
എടാ കുട്ട, അങ്ങനെ നിനക്ക് വിഷമമുണ്ട്, നീ ചെയ്യേണ്ട കാര്യം എന്താണ്? നേരെ ചേട്ടനെ വിളിക്കുക, ചേട്ടാ പ്രശ്നങ്ങളെല്ലാം തിരുത്തുക, മൃദുല ആ ഒരു ലേഡിയുടെ അടുത്ത് ചെയ്തേക്കുന്ന തെറ്റുകൾ നിനക്ക് സംഭവിച്ചു പോയി, ഇനി അത് ഒരിക്കലും ഒന്ന് തിരുത്താൻ പറ്റൂല, ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങളൊരു ക്ഷമ ചോദിച്ചുകൊണ്ടെന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളോ നിങ്ങൾക്കിടയിൽ. അത് പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടാണ് വലിയ നന്മമരം കളിക്കുകയാണ്. ആൻഡ് ഇവൻ ഈ നന്മമരം കളിക്കുമ്പോൾ ഇവന് വളരെ കൃത്യമായിട്ട് അറിയാം, ഇവൻ ഇവിടെ നന്മ കളിക്കുമ്പോൾ അപ്പുറത്ത് പോയിട്ട് നെഗറ്റീവ്, അപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് പോകുന്നുള്ളൂ വളരെ കൃത്യമായിട്ട് അറിയാം. ഇവരറിയാത്ത ഇള്ള കൊഞ്ഞൊന്നും അല്ലല്ലോ ഇവൻ, ചുഞ്ചുടുതാവൊന്നും അല്ലല്ലോ ഇവൻ. ഇവൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയിക്കാം, ഇതാണ്ട് മൃദുല ആണ് എല്ലാത്തിനും കാരണം, അവൾ പഠിച്ച കളിയാണ്, അവളെ നൈസായിട്ട് അവനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ആ മൃദുലയാണ് എല്ലാത്തിനും കാരണം, ഇവരെ വേർപിരിച്ചപ്പോൾ സന്തോഷമായി അവൾക്കും അവളുടെ ഫാമിലിക്കും. മൃദുല കലിപ്പ് അവളും ഫാമിലിയും കൂടി ഇവരെ ഒരു പരുവമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരം ഇവരുടെ വീടോടെ താഴെ വന്നേക്കുന്ന കമന്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു സാധനം ഇവൻ വലിയ നന്മ അടിക്കുമ്പോഴത്തേക്കിന് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കമന്റ്, വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയും അച്ഛനും കൂടി മോനെ നല്ല പുള്ള ആക്കുന്നുണ്ട്, നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോധമുള്ളവർക്ക് ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവും. തെറ്റ് 2 കൂട്ടരും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആയില്ലേ, മിണ്ടാതിരുന്ന് വേറെ വല്ല കാര്യം പറ, വല്ല സങ്കടമുണ്ടെന്ന് കാണിക്കായി മനഃപൂർവ്വം ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ മിക്കവാറും ഈ കമന്റ് 11 ഡിലീറ്റ് ആക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്ന ഒരു സംഭവമായിരുന്നേ. കറക്റ്റ് കാര്യമില്ലൂടെ ഉള്ളത് പറഞ്ഞേക്കുന്നത്. എടാ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയി. ഇതിപ്പം വീണ്ടും പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് വന്നിട്ട് ഇവൻ വലിയ രീതിയിൽ എലാബറേറ്റ് ചെയ്തിട്ട് ഓരോന്ന് അവിടെ ഇവിടെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ കണ്ടന്റ് പിന്നെ എടുത്തതിൻ്റെ കാരണം എന്താണ്? അവൻ ഈ ഒരു സാധനം ബുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ ഈ കണ്ടന്റ് ബുക്ക് എടുത്തുന്നത്. അല്ലാതെ നമുക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പൈസ ഉണ്ടാക്കുന്നൊന്നും അല്ല കേട്ടോ, നമ്മൾ വേറെ ഒന്നുമില്ല. ഇപ്പം പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മെൻ്റൽ സ്ട്രെസ്സാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റിയാക്ഷൻ കൂടി ചെയ്യുന്നത്. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. അവൻ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഉള്ള കാര്യം പറയുമല്ലോ, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ പൊക്ക എവിടുന്ന്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് ലാസ്റ്റ് ഞാനൊരു ലൈവ് ഇട്ട സമയത്താണെങ്കിൽ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ബ്രോ ആരുടെ ഭാഗത്താണ് ശരി, പ്രവീണിൻ്റെ ഭാഗത്താണോ പ്രണവിൻ്റെ ഭാഗത്താണോ? ഞാൻ പറഞ്ഞിരുന്നു 2 കൂട്ടർ കൂടായ്പാണ്, ഭൂലോ കൂടായ്പാണ് 2 കൂട്ടർ. പിന്നെ എനിക്ക് ഈ ഒരു ഇഷ്യൂവിനകത്ത് അന്ന് പൊളിഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൃദുല എന്ന് പറയുന്ന ഒരു ലേഡീനെ, അല്ലെങ്കിൽ പൂർണ്ണ നിറവറയോടുകൂടി നിൽക്കുന്ന ആ ഒരു ലേഡീനെ വയറ്റത്ത് ചവിട്ടി എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമുക്ക് പിടിക്കാഞ്ഞാൽ നമുക്ക് പൊളിഞ്ഞിട്ടുള്ളൊരു പരിപാടിയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം മൃദുല എന്ന് പറയുന്ന ഒരു ലേഡി എത്ര ക്രൂരയായിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ കൂടി, അങ്ങനെയാണെന്നല്ല, അങ്ങനെയാണെങ്കിൽ കൂടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് നമുക്ക് പൊളിഞ്ഞിട്ടുള്ളത്. പിന്നെ പലർക്കും ഉള്ള സംശയം, നീ കണ്ടോ അവർ പറഞ്ഞ സത്യമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക. ആ കുഞ്ഞ് പ്രസവിക്കാനെക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനൊരു അമ്മ വന്നിട്ട് ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇത്രയും വലിയൊരു കള്ളം പറയുമോ? അങ്ങനെ കള്ളം പറയുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വലിയൊരു ക്രൂരയാണ്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ക്രൂരയായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ ചവിട്ടിയതിൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പം കുറവായിരിക്കും. പേരിനൊരു കാലിന് ചവിട്ട് കൊണ്ടത് കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്ത് തന്നെ ആയിക്കോട്ടെ, അങ്ങനെ ഒരു ആക്ട് കാണിക്കുന്നത് തന്നെ അതിന് ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവുന്നു ഇല്ല എന്നുള്ളതല്ല, അങ്ങനെ ഒരു ആക്ട് കാണിക്കുന്നത് തന്നെ വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിനുശേഷം പിന്നെ എന്താണ്ട് ഇത് സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് കുത്തി പിന്നെ അതിനോട്ട് കൊണ്ടെത്തിക്കുകയാണ്. എന്തോന്ന് പറയാം, നിങ്ങൾ കൊച്ചുവിൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ നൈസ് രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു, വലിയ പ്രശ്നങ്ങൾ തരക്കൊടുന്നില്ല. ലാസ്റ്റ് ഒരു കാർ എടുത്ത വീഡിയോസൊക്കെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ പഴയ കാര്യം എടുത്ത് വലിച്ചിട്ടുണ്ടിരുന്നത്? അതുകൊണ്ടല്ലേ നമ്മുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ ദയവ് ഇനി അങ്ങനെ കാര്യങ്ങൾ പറയാതിരിക്കരുത്, കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞാലേ നമുക്ക് കണ്ടന്റ് ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, പ്രവീണിൻ്റെ വീഡിയോക്കകത്ത് ഇതുപോലെ പഴയ കാര്യം എന്തൊക്കെ പറഞ്ഞു ആരെവിടേക്കോ കമന്റ് ഇട്ടു. ഞാൻ ആ വീഡിയോ കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നത്. എന്തായാലും അത് നോക്കട്ടെ, അവിടെ നല്ല കണ്ടന്റ് ഇട്ടാണ് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് പോക്ക് സീരീസിൻ്റെ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ശരി, ബൈ.